വിവാഹ വാർഷിക ദിനം സാധാരണ എല്ലാ ദമ്പതികൾക്കും മധുരമുള്ള ഓർമ്മകളാണല്ലേ. വീട്ടിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ ദിവസം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഭർത്താവും ഭാര്യയും പരസ്പരം സമ്മാനങ്ങളും ആശംസകളും കൈമാറുന്ന മനോഹരമായ നിമിഷം. എന്നാൽ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ വിഘ്നേശ്വരിയുടെ ജീവിതത്തിൽ അതൊരു ഇരുട്ടടി സമ്മാനിച്ച ദിവസമാണ്. വിഘ്നേശ്വരിയും അഭിലാഷും തമ്മിൽ വിവാഹം നടന്നതിന്റെ 2ാം വാർഷികം. ആഘോഷം നടക്കേണ്ട ആ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളിയാണ് കേട്ടത്. 27-കാരിയുടെ ആത്മഹത്യ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ദാമ്പത്യ പ്രശ്നം കാരണമാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഴിഞ്ഞത്തെ ഭർത്തൃവീട്ടിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് 27-കാരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് ഭർത്തൃപിതാവ് വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. വിഘ്നേശ്വരിയെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിന്റെ ജനൽ ഗ്ലാസ് തകർത്തു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ചൊവ്വാഴ്ചയായിരുന്നു ഇവരുടെ 2ാം വിവാഹ വാർഷികം. അന്നേ ദിവസമാണ് യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അഭിലാഷിനെ വിഴിഞ്ഞം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കുട്ടികളില്ലാത്തതിനാൽ വിഘ്നേശ്വരി ഭർത്തൃവീട്ടിൽ അധിക്ഷേപം നേരിട്ടിരുന്നെന്നും യുവതിയുടെ വീട്ടുകാർ പറഞ്ഞു. നാഗർകോവിൽ സ്വദേശിനിയാണ് വിഘ്നേശ്വരി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.